ഹലോ ഗേസ് സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഫസ്റ്റ് ഇൻഫോന്റെ PMGC ലീഗ് സ്റ്റേജിന്റെ ലാസ്റ്റ് ഗ്രൂപ്പുകളുടെ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഗ്രീനിന്റെ ഡേ 2 മത്സരങ്ങളാണ് ലീഗ് സ്റ്റേജിൽ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഫ്ലുവൻസർ റേഞ്ച് ആ ഒരു ആഷ് 1 പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് 123 പോയിന്റോട്. സെക്കൻഡ് തന്നെ BF നിൽക്കുന്നുണ്ട് 107 പോയിന്റോട്. തേർഡ് D+K നിൽക്കുന്നുണ്ട് 106 പോയിന്റോട്. ഇനിയും 2 ദിവസങ്ങളുണ്ട്. അതിൽ നിന്ന് ടോപ്പ് 3 ടീംസുകളാണ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ഏതൊക്കെ ടീമുകൾ ക്വാളിഫൈ ആവുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മൾ ഒമേഗയും എക്സ് ഗ്ലോബൽ സ്പോർട്സിന് പ്ലേയേഴ്സ് ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അവരിതാ പുതിയൊരു ഓർഗിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. കേണയൻ സ്കോഡ് സ്പോർട്സിലേക്കാണ് ഒമേഗയും അതുപോലെ തന്നെ എക്സ് ഗ്ലോബൽ സ്പോർട്സിലെ മാവി ഒഴിച്ച് ബാക്കിയുള്ള 4 പേരും കൂടിയും ഈ ഒരു ലൈനപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. നമ്മളെ ലോൾസ് ഗെയിമിങ്ങിന്റെ ആ ഒരു ലൈനപ്പ് പുതിയൊരു ഓർഗുമായിട്ട് കൊളാബ് ചെയ്തിരിക്കുകയാണ്. മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഓർഗുമായിട്ടാണ് ലോൾസ് ഗെയിമിംഗ് കൊളാബ് ചെയ്തിട്ടുള്ളത്. ഇനി TGL എക്സ് മാസ്റ്റർ മൈൻഡ് എന്നുള്ള പേരിലായിരിക്കും ഈ ഒരു ലൈനപ്പ് അറിയപ്പെടാൻ പോകുന്നത്. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് റവനന്റ് സ്പാർക്കും അവരുടെ പോക്കിമോൻ യുണൈറ്റഡ് റോസ്റ്റേഴ്സിന് വേണ്ടിയുള്ള പുതിയ ഹെഡ് കോച്ചിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. SA2കളുടെ ശേഷം ഇതാ നമ്മളെ റവനന്റ് എക്സ്പാർക്കും അവരുടെ ഹെഡ് കോച്ചിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ പോക്കിമോൻ യുണൈറ്റ് ഏഷ്യ ചാമ്പ്യൻസ് ലീഗിന്റെ ഇന്ത്യ ലീഗ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഫാൻ ഫേവറേറ്റ് ഫൈറ്റും കൂടി നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് SA2L വേഴ്സസ് ഗോഡൽ മത്സരങ്ങൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത്യാവശ്യം റെക്കോർഡ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു വാച്ചിങ് നമുക്ക് ഈ ഒരു ഇവന്റിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പോക്കിമോൻ യുണൈറ്റും അല്ലെങ്കിൽ ഈ ഒരു സ്പോർട്സ് ലെവൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ഒരു മാച്ചുകൾ കാണാനായിട്ട് ശ്രമിക്കുക. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് GSG സ്പോർട്സ് കണ്ടക്ട് ചെയ്ത BGMI ഇവന്റിന്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ടീം പാബ്ലോ ഇതിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. പാബ്ലോയുടെ ടീമിൽ പാബ്ലോ, മിസ്റ്റർ സ്പ്രേ, വിന്ററും സെക്സി കിഡും ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ ആ ഒരു ഓവറോൾ സ്റ്റാൻഡിങ്സിൽ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 8 ബിറ്റ് ആണ് നിൽക്കുന്നത് 42 പോയിന്റ് ആയിട്ട്. തൊട്ട് പിന്നാലെ നമുക്ക് സോളിനെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് 41 പോയിന്റ് ആയിട്ട്. ആൻഡ് തേർഡ് ട്രോയ് തമിഴിൽ നിൽക്കുന്നുണ്ട് 36 പോയിന്റ് ആയിട്ട്. നമ്മളെ പാബ്ലോയുടെ ടീം 14ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 18 പോയിന്റുമായിട്ട്. അത്യാവശ്യം വലിയ ലെവലിലുള്ള പെർഫോമൻസ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു കംബാക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് GSG സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ ഉച്ചയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ ടീം പാബ്ലോയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് വണ്ണമും TMG സ്പോർട്സും കണ്ടക്ട് ചെയ്ത 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന BGMI ഇവന്റിന്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. ടീം വെനം ഗെയിമിങ്ങിന്റെ ഒരു അടിപൊളി ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇന്നലെ മാച്ച് 3ൽ 7 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും മാച്ച് 4ൽ 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ, അങ്ങനെ ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നറാണ് വെനം ഗെയിമിങ്ങിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഇന്നലെ 60 പോയിന്റ് ടീം സ്വന്തമാക്കിക്കൊണ്ട് ആഷ് 1 പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ടോട്ടൽ 105 പോയിന്റോട്. സെക്കൻഡ് ട്രോയ് തമിഴിൽ നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് മാച്ചിൽ 9 ഫിനിഷസോട് കൂടിയിട്ട് 19 പോയിന്റ് സ്വന്തമാക്കി ടോട്ടൽ 96 പോയിന്റോട് സെക്കൻഡ് പൊസിഷനിലെ ടീം നിൽക്കുന്നുണ്ട്. തേർഡ് ഇൻസെയിൻ സ്പോർട്സ് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് മാച്ചിൽ തന്നെ ഒരു ഡോമിനേറ്റിംഗ് 16 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് ടീം സ്വന്തമാക്കിയത്. അങ്ങനെ 87 പോയിന്റുമായിട്ടാണ് 3ാം സ്ഥാനത്ത് ഇൻസെയിൻ നിൽക്കുന്നത്. 9ാം സ്ഥാനത്താണ് നമ്മൾ IQ സോൾ നിൽക്കുന്നത് 57 പോയിന്റോട്. 11ാം സ്ഥാനത്ത് ഗോളിലേക്കും നിൽക്കുന്നുണ്ട് 56 പോയിന്റോട്. അപ്പൊ ഗ്രാൻഡ് ഫൈനൽസിന്റെ ലാസ്റ്റ് ഡേ ഇന്നാണ്. ഏത് ടീം ആ ഒരു കപ്പ് കൊണ്ടുപോകുന്ന നമുക്ക് കണ്ടു തന്നെ അറിയാം. ഫസ്റ്റ് 2 ടീമുകളാണെങ്കിൽ റേസിംഗ് സ്റ്റാർ ടീമുകളാണ്. അവർ കപ്പ് എടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ റെഡ് ബുൾ എംയുടെ ലാൻ ഇവന്റ് ഡിസംബറിന്റെ ഫസ്റ്റ് തന്നെ നടക്കാനിരിക്കുന്നുണ്ട്. അതിന്റെ റൗണ്ട് 3 മത്സരങ്ങളൊക്കെ ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നടക്കുന്നുണ്ട്. പ്രീ ക്വാർട്ടർ ഫൈനൽസിലേക്ക് 32 ടീമുകളാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ബാക്കിയുള്ള ഇൻവൈറ്റഡ് ടീമുകളുടെ ലിസ്റ്റും കൂടി അവരിപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സിനും ഇതിലേക്ക് ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ 21 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ടീമുകൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. അതുപോലെ തന്നെ ഓപ്പൺ ക്വാളിഫയേഴ്സ് ഒന്നും ഏതൊക്കെ മല്ലു ടീമുകൾ ഇനി ക്വാളിഫൈ ചെയ്ത് വരും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് ചെയ്യുന്നവരെ ബൈ ഗൈസ്.